നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ള പ്രശ്നം. ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. താലൂക്കിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു പ്രതിഷേധം. ഇഴഞ്ഞു നീങ്ങി റോഡ് നവീകരണം. കുണ്ട്രപ്പള്ളിമുക്ക് മുളവന റോഡിന്റെ നിർമ്മാണമാണ് വൈകുന്നത്. പൊടിശല്യത്തിൽ വലഞ്ഞ് ജനം. വീടിന് തീപിടിച്ചത് പരിഭ്രാന്തി വരുത്തി. മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് സ്വദേശി മണിയമ്മയുടെ വീടിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. താലൂക്കിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ നഗരസഭ ഹാളിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലേക്ക് കടന്നു കയറിയാണ് കൗൺസിലർമാരും പ്രവർത്തകരും പ്രതിഷേധിച്ചത്. കരുനാഗപ്പള്ളി നഗരസഭയുടെ തീരദേശ വാർഡുകളിൽ സ്ഥാപിച്ച വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകളിൽ കൂടി സുലഭമായി വെള്ളം ലഭിക്കാതായിട്ട് മാസങ്ങളായി. വളരെ അപൂർവമായി മാത്രം ചില ദിവസങ്ങളിൽ അർദ്ധരാത്രിയിലാണ് അരമണിക്കൂർ വെള്ളം ലഭിക്കുന്നത്. ഉറക്കമൊഴിവാക്കിയിരിക്കുന്നവർക്ക് മാത്രമാണ് കുറച്ച് വെള്ളം ലഭിക്കുന്നത്. വണ്ടിയൂർ കടവിൽ മോട്ടോർ കത്തിപ്പോയെന്നും കറണ്ട് പോയെന്നും പൈപ്പ് പൊട്ടിയെന്നും പല കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതെന്ന് UDF പ്രവർത്തകർ ആരോപിച്ചു. 50 വർഷം പഴക്കമുള്ള ദ്രവിച്ച പൈപ്പുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ഈ ദ്രവിച്ച മാറിയ പൈപ്പുകളെല്ലാം മാറ്റി നഗരസഭയ്ക്ക് സ്വന്തമായ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 3 വർഷമായി. ഒരു നടപടിയില്ല. കേരള സർക്കാരുകളുടെ പിന്തുണയോടുകൂടി ലഭിക്കും എന്ന് പറയുന്ന അമൃത് പദ്ധതി കാത്തിരിക്കുകയാണ് നമ്മൾ. അത് വന്നോട്ടെ, പദ്ധതി വരട്ടെ. പക്ഷേ താൽക്കാലികമായി ഇതിനെന്താ പരിഹാരം? യോഗത്തിൽ MLA പങ്കെടുത്തപ്പോൾ നഗരസഭാ ചെയർമാൻ ചർച്ചയിൽ പങ്കെടുക്കാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പോയെന്നും UDF പ്രവർത്തകർ ആരോപിച്ചു. നഗരസഭയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഉത്തരവാദിത്വമുണ്ടായിരുന്ന ചെയർമാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ പോയതിൽ UDF പ്രവർത്തകർ അമർഷം രേഖപ്പെടുത്തി. നഗരസഭയുടെ ഒരു പ്രതിനിധി പോലും യോഗത്തിന് എത്തിയില്ല. പ്രതിഷേധ സൂചകമായി UDF കൗൺസിലർമാർ കാലിക്കുടം തലയിൽ ചുമന്ന് കുടിവെള്ളം എവിടെ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് പങ്കെടുത്തത്. ആ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നഗരസഭയിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നപ്പോൾ ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചു നേരം വരുന്നതിന് ശേഷം ചെയർമാൻ പുറത്തുപോയി. അപ്പം ഞങ്ങൾ അവിടെ കയറി ഈ കാര്യങ്ങൾ പറഞ്ഞു, അവരോട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. അതിശക്തമായ പ്രതിഷേധം അറിയിച്ചു. കൗൺസിലർമാരും പ്രവർത്തകരും ചേർന്ന് ആ പ്രതിഷേധം അറിയിച്ചു. അവര് സർക്കാരിന്റെ ശമ്പളം വാങ്ങി ആ വാങ്ങുന്ന ശമ്പളത്തിനോട് നീതി കാണിക്കണമെന്നും ഉത്തരവാദിത്തം കാണിക്കണമെന്നും ശക്തമായി ഇടപെടണമെന്നും ക്രൈസിസ് മാനേജ് ചെയ്യാൻ സമയോചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്യേണ്ട ടാങ്കർ ലോറി 2 ആഴ്ചക്കാലമായി നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. ഈ ടാങ്കർ ഉപയോഗിച്ച് കുടിവെള്ള വിതരണം യഥാസമയങ്ങളിൽ നടത്തുന്നതിന് നടപടി സ്വീകരിക്കാത്ത നഗരസഭാ ഭരണകൂടത്തിന്റെ നടപടിയിൽ UDF പ്രവർത്തകർ ടാങ്കർ ലോറിയിൽ റീത്ത് സമർപ്പിച്ചും പ്രതിഷേധിച്ചു. ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയണം. ഒരു ദിവസം 2 ലോഡ് വെള്ളം വെച്ച് ആവശ്യമുള്ള വാർഡുകളിൽ ഇത് കൊടുക്കാൻ കഴിയണം. അത് ഈ ഭരണകൂട നേതൃത്വത്തോട് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ളതും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. UDF പാർലമെന്ററി പാർട്ടി ലീഡർ M. അൻസാർ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് TP സലിംകുമാർ, ബീന ജോൺസൺ, സിംലാൽ, റഹിയാനത്ത് ബീവി, MS ഷിബു, UDF നേതാക്കളായ പനക്കുളങ്ങര സുരേഷ്, MK വിജയഭാനു, മുനമ്പത്ത് ഗഫൂർ, S. ജയകുമാർ, ഷാജഹാൻ തോപ്പിൽ, നിസാം ബംഗ്ലാവിൽ, CV സന്തോഷ് കുമാർ, സന്തോഷ് ബാബു, മുഹമ്മദ് ഹുസൈൻ, രമേശൻ കുമരേത്ത്, B. രാമചന്ദ്രൻ, നൂർ മുഹമ്മദ്, ഉണ്ണികൃഷ്ണപിള്ള, പ്രദീപ്, റഹീം ക്ലാപ്പന തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ കന്നുകുട്ടികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും വിതരണം ചെയ്തു. വനിതാ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി 70 ലക്ഷം രൂപ വിനിയോഗിച്ചു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോത്തുകുട്ടികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും പശുക്കുട്ടിയെയും വിതരണം ചെയ്തത്. വനിതാ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി 70 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൈനാഗപ്പള്ളി മൃഗാശുപത്രിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 70 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പ് വഴി നടപ്പാക്കുന്നത്. അത് ഇത്തവണ കൂടി മാത്രമേ വനിതാ പദ്ധതിയായിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം മുതൽ ജനറലിലേക്ക് മാറുകയാണ്. വനിതാ പദ്ധതി എന്നുള്ള നിലയിലാണ് ഇത്രയേറെ തുക നമുക്ക് ഈ മേഖലയ്ക്ക് ചെലവാക്കുന്നത്. അത് വിജയകരമായി ഇപ്പോൾ 4ാം ഘട്ടത്തെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേതുലക്ഷ്മി, ജലജ, ഷാജി ചെറുക്കുമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
അഞ്ചൽ ബൈപ്പാസ് ഉദ്ഘാടനം 21-ന് നടക്കും. PS സുബാൽ MLA വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 24 കോടി രൂപ വിനിയോഗിച്ചാണ് അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് MLA പറഞ്ഞു. അഞ്ചൽ നിവാസികളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പൂർത്തീകരണം. അതുകൊണ്ട് തന്നെ അഞ്ചൽ നിവാസികൾ വലിയ ആഘോഷമാക്കുകയാണ് അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനം. വർഷങ്ങൾക്ക് മുമ്പ് PS സുബാൽ MLA ആയിരിക്കെയാണ് അഞ്ചൽ ബൈപ്പാസ് അന്നത്തെ UDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് വന്ന മന്ത്രി K രാജുവിന്റെ 15 വർഷത്തെ ശ്രമഫലമായി അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനം 80% എത്തിക്കുകയും പിന്നീട് PS സുബാൽ MLA നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനും നേതൃത്വം നൽകി. വീണ്ടും MLA ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം 2 കാര്യങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത്. ഒന്ന് പുനലൂർ പേപ്പർ മിൽ പട്ടയവും മറ്റൊന്ന് ബൈപ്പാസിന്റെ ഉദ്ഘാടനം. യഥാർത്ഥത്തിൽ 1-ാം വാർഷികത്തിന് ഇതിന് നാടിന് സമർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു. നമുക്ക് ഈ ഫുട്പാത്ത്, അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ, അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ, സിഗ്നൽ ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, ലൈറ്റ്, ട്രാഫിക് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കണം. ബൈപ്പാസിന് 22 കോടി രൂപയാണ് നീക്കിവെച്ചിരുന്നത്. അതുകൂടാതെ പിന്നീട് നമുക്ക് ഈ സിഗ്നൽ ലൈറ്റിനും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റിനും വേണ്ടി പ്രത്യേകമായ എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡർ നടപടികൾ നടത്തി അത് പൂർത്തീകരിച്ച് ലൈറ്റും സിഗ്നലും എല്ലാം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 21-ന് വൈകിട്ട് 7:30 മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണം പൂർത്തിയായ അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കും. PS സുബാൽ MLA അധ്യക്ഷനായിരിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇഴഞ്ഞു നീങ്ങി റോഡ് നവീകരണം, പൊടി തിന്ന് പൊതുജനം. കുണ്ട്ര പള്ളിമുക്ക് മുളവന റോഡിന്റെ നവീകരണം ആരംഭിച്ചതോടെ പൊടിശല്യം രൂക്ഷമാകുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന റോഡ് നവീകരണം ആഴ്ചകൾക്ക് മുമ്പാണ് പുനരാരംഭിച്ചത്. 10 ദിവസത്തിനുള്ളിൽ റോഡിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്ന് MLAക്ക് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. 6 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച റോഡാണിത്. കരാറിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരനെ നീക്കം ചെയ്തു. പിന്നെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുതിയ കരാറുകാരൻ. എന്നാൽ റോഡിന്റെ നിർമ്മാണം പിന്നെയും വൈകി. ആഴ്ചകൾക്ക് മുമ്പ് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. എന്നാൽ ആ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. റോഡിൽ മെറ്റൽ നിരത്തി ലെവൽ ചെയ്തു. ഇതോടെ കാൽനട പോലും ദുസ്സഹമാവുകയും പൊടിശല്യം രൂക്ഷമാവുകയും ചെയ്തു. റോഡിൽ മെറ്റൽ നിരത്തിയ ശേഷം കൃത്യമായി വെള്ളം തളിക്കാത്തതിനാലാണ് പൊടിശല്യം രൂക്ഷമായത്. ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധത്തിനിടയാക്കി. MLA PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം കൂടി. 10 ദിവസത്തിനുള്ളിൽ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ MLAക്ക് ഉറപ്പ് നൽകി. ഈ പള്ളിമുക്ക് റോഡ് വർഷങ്ങളായി അതിൻ്റെ നിർമ്മാണം പ്രതിസന്ധിയിലായിരുന്നു. 4 വർഷത്തിന് മുകളിലായി പ്രവൃത്തി ഏറ്റെടുത്തവർ അത് ചെയ്യാതെ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടാണ് ആ ആദ്യത്തെ കരാറിൽ നിന്നും ടെർമിനേറ്റ് ചെയ്ത് വീണ്ടും റീടെൻഡർ ചെയ്ത് ആ റോഡ് നിർമ്മാണത്തിന്റെ പ്രതിസന്ധി നമ്മൾ താൽക്കാലികമായി പരിഹരിച്ചത്. ആ ചെറിയ സമയത്തിനിടയിൽ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസിന് കുറച്ച് പൈസ അനുവദിച്ച് 1 വർഷത്തിന് മുമ്പ് ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വർക്ക് നമ്മൾ റീടെൻഡർ ചെയ്ത് പുതിയ കരാറുകാർ, ആംകോ ഇൻഫ്രാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പുതിയ കരാറുകാർ എഗ്രിമെന്റ് വെച്ച് ആ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു. ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ KRFB ഉദ്യോഗസ്ഥന്മാരെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചിരുന്നു. അവരോട് അടിയന്തരമായി ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഒന്ന്, ഇപ്പോൾ അതിൻ്റെ ലെവൽസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാങ്കേതിക കാര്യങ്ങളൊക്കെ വേഗം പൂർത്തിയാക്കുക. ഒരു 10 ദിവസത്തിനുള്ളിൽ അതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ടാറിങ് ആരംഭിക്കാനുള്ള കർശനമായ നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന കാലഘട്ടത്തിൽ മെഡിസിന് പോയ വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടറായിട്ടുണ്ടാവാം. LLBക്ക് പോയവർ വക്കീലും. എന്നാൽ റോഡിന്റെ നിർമ്മാണം ഇന്നും പൂർത്തിയായിട്ടില്ല. രോഗബാധിതനായ ഗൃഹനാഥനായി കുടുംബം സഹായം തേടുന്നു. അടൂർ തെങ്ങമം സുനിൽ ഭവനത്തിൽ സുനിലാണ് രോഗബാധിതനായത്. ഒരു ഇഞ്ചക്ഷന് മാത്രം ലക്ഷങ്ങൾ വേണ്ടിവരും. നിർധന കുടുംബാംഗമായ സുനിലിന് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അൾക്ലാരിറ്റീവ് കൊളൈറ്റിസ് എന്ന രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിലെ ഗൃഹനാഥനാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 7 വർഷമായിട്ട് അൾക്ലാരിറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ പിടിയിലാണ്. ഇപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് എനിക്ക് ഒരു ഇഞ്ചക്ഷൻ 85,000 രൂപ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നിരിക്കുകയാണ്. നേരത്തെ ഇതുപോലെ 5 ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ കടം കേരള ബാങ്കിൽ, പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കായിരുന്നു അന്ന്. ഇപ്പോൾ കേരള ബാങ്കായിട്ടാണ്. അവിടെ ഇപ്പോൾ ജപ്തിയുടെ വക്കിലോട്ട് എത്തിയിരിക്കുകയാണ്.
യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗത്തോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയായതോടെ കുടുംബം തീർത്തും ദുരിതത്തിലാണ്. 5 ഇഞ്ചക്ഷനുകൾ എടുത്താൽ ഒരു പരിധിവരെ രോഗം പിടിച്ചു നിർത്താനാകുമെന്ന് സുനിലിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഇതിനാവശ്യമായ തുക കണ്ടെത്താൻ കുടുംബത്തിന് കഴിയുന്നില്ല. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് വീടും പറമ്പും ഉൾപ്പെടെ പണയപ്പെടുത്തിയത് ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷത്തിനടുത്താണ് വില വരിക. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബം 20 ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ധർമ്മസങ്കടത്തിലാണ്. ഇതിനിടയിൽ ഇളയ മകനും രോഗബാധിതനായി. അതിൻ്റെ കൂടെ ഇപ്പം കുഞ്ഞിനോട് വയ്യാതിരിക്കുകയാണ്. കുഞ്ഞിന് ചെറിയ ഹാർട്ടിൻ്റെ ഇളയ മോന് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഇപ്പം എക്കോ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും പിന്നെ സെറ്റിലോട്ടോ അങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളുടെ കാർഡിയോളജിസ്റ്റുള്ള അടുത്തോട്ട് വിടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഒരു പരിതാപകരമായ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സുനിലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുകൾ കനിയുമെന്ന വിശ്വാസമാണ് കുടുംബത്തിനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം പദ്ധതിക്ക് തുടക്കമായി. പേരയം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. പേരയം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം നിർവഹിച്ചു. പേരയം ഗ്രാമപഞ്ചായത്തിന്റെ 23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. 69 ഗുണഭോക്താക്കളാണ് ഈ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജനറൽ SC വിഭാഗങ്ങളിലായി 70 കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ B. സ്റ്റാർഫോർഡ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ N. ഷേർലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലതാ ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലിഷ് ഷാജി, ബിനോയ് ജോർജ്, P. രമേഷ് കുമാർ, രജിത സജീവ്, B. സുരേഷ്, ICDS സൂപ്പർവൈസർ മേരിലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മുഴുവൻ അംഗനവാടികളും ഈ സാമ്പത്തിക വർഷം ഹൈടെക് ആക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി പറഞ്ഞു. അംഗനവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണമാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളെയും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ സാമ്പത്തിക വർഷം മുഴുവൻ അംഗൻവാടികളും ഹൈടെക് ആക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹൈടെക് അംഗൻവാടികളുടെ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രയത്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വർഷം തന്നെ നമുക്ക് 11 അംഗൻവാടികൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തി അതിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. അത് ഈ വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടനവും അടുത്ത ഈ മാർച്ചിൽ തന്നെ നടത്തും. അതിൻ്റെ പണി 10 എണ്ണത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 11ാമത്തതും കൂടെ പൂർത്തീകരിക്കുക എന്നുള്ള താമസമാണ് അതിനുള്ളത്. അതുപോലെ തന്നെയാണ് 2 പുതിയ അംഗൻവാടികൾ. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണിയാണ് 22-ാം തീയതി രാവിലെ 10 മണിക്ക് നിർവഹിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ആ വാർഡിൽ തന്നെയാണ് അടുത്ത ഒരു അംഗൻവാടിയും കൂടി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് പണി തുടങ്ങിക്കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരു ഭരണസമിതി ഇല്ലെന്നാണ് എൻ്റെ വിചാരം, എൻ്റെ അനുഭവത്തിൽ. കാരണം ഇന്ന് പത്മകുമാർ മെമ്പർ പറഞ്ഞതുപോലെ 11 അംഗൻവാടികൾ നമ്മുടെ സ്മാർട്ടാകുകയാണ്. ഈ വർഷത്തെ പദ്ധതിയോടുകൂടി തന്നെ മുഴുവൻ ഓച്ചിറ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടും ഹൈടെക്കുമാകുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി. അതിനകത്ത് തീർത്തും നമ്മുടെ അംഗൻവാടികളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് അടുത്ത സാമ്പത്തിക വർഷത്തോടു കൂടി തന്നെ അത് പ്രാവർത്തികമാക്കും. സമ്പൂർണ്ണമായ ഹൈടെക് അംഗൻവാടികളാക്കി മാറ്റി നമ്മുടെ ഈ പ്രദേശത്തെ ഒറ്റ ഗ്രാമപഞ്ചായത്തിനെ അതിൻ്റെ ഏറ്റവും വലിയ മൂല്യമുള്ള നിലവാരമുള്ള മേഖലകളിലേക്ക് ഉയർത്തുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. D. പത്മകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ആരേത്ത്, അജ്മൽ, സരസ്വതി, അനീജ, ICI സൂപ്പർവൈസർ നീതു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. രാത്രിയിൽ വീടിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മൈനാഗപ്പള്ളി വെട്ടിക്കാട് വട്ടത്തറ കുതിരപ്പന്തി പടിറ്റതിൽ മണിയമ്മയുടെ വീടിനാണ് തീപിടിച്ചത്. ആളപായമില്ല. രാത്രിയിൽ വീടിന് തീപിടിച്ചതാണ് പരിഭ്രാന്തി പരത്തിയത്. മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് വട്ടത്തറ കുതിരപ്പന്തി പടിയിട്ടതിൽ മണിയമ്മയുടെ വീടിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ രാത്രി 8-നായിരുന്നു സംഭവം. ഏകദേശം ഒരു 7:30-8 മണി ആ ഒരു സമയത്താണ് ഇത് നടക്കുന്നത്. വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ആ സമയത്ത് സമീപ പ്രദേശത്തുള്ളവർ ഓടിയെത്തുകയായിരുന്നു ചെയ്തത്. വന്നപ്പോഴത്തേനും തീ ആളി കത്തിയിരുന്നു. പിന്നെ അടുത്തുള്ള ടാങ്കിൽ നിന്നെല്ലാം വെള്ളം എടുത്ത് എത്ര വേഗം തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും. മണിയമ്മയും മകനും മാത്രമാണ് ഇവിടെ താമസം.
ഇവർ ക്ഷേത്രത്തിൽ പോയ സമയത്താണ് വീടിന് തീപിടിച്ചത്. തീപിടുത്തത്തിൽ വീടിന്റെ ഒരു ഭാഗവും വീട്ടിലെ ഗൃഹോപകരണങ്ങളും കത്തി നശിച്ചു. സംഭവം അറിഞ്ഞ് അഗ്നിശമന സേന സ്ഥലത്തെത്തിയെങ്കിലും വാഹനവുമായി തീപിടുത്ത സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചില്ല. അവർക്ക് അവരുടെ സേവനം നമുക്ക് വ്യക്തമായിട്ട് ലഭിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ടാണ് വെള്ളം ഒഴിച്ചാണ് തീ കെടുത്തിയത്. ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വഴിയുടെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഇങ്ങോട്ട് കൂടുതൽ വണ്ടി ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ സേവനങ്ങൾ മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു തീ കെടുത്തുകയായിരുന്നു ചെയ്തത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അഞ്ചൽ താഴമേൽ പറയൻമൂല പാലം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചതായി PS സുബാൽ MLA അറിയിച്ചു. താഴമേൽ ആനപ്പുരയ്ക്കൽ മേഖലയിൽ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് താഴമേൽ പറയൻമൂല പാലം. തഴമേൽ ആനപ്പുഴയ്ക്കൽ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു തേമേൽ പറയൻമൂല പാലം. വർഷങ്ങളുടെ ശ്രമഫലമായാണ് ഇവിടെ ഈ പാലം നിർമ്മാണത്തിന് 5 കോടി രൂപ അനുവദിച്ചതെന്ന് സ്ഥലം സന്ദർശിച്ച MLA പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം വകയിരുത്തണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് 5 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അടുത്തിടെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ PS സുബാൽ MLAയുടെ ആവശ്യത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചിരുന്നു. പലപ്പോഴും ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകളാണ് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം നേരത്തെ കൊണ്ടുവരികയും അദ്ദേഹം ഈ പ്രദേശത്ത് എത്തിച്ചേർന്നുകൊണ്ട് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണവും ഇതോടൊപ്പം നടന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S സജീവ്, പഞ്ചായത്ത് അംഗം സോമരാജൻ, പൊതുപ്രവർത്തകരായ ലെനു ജമാൽ, അജാസ്, ഹരി, ഹാരിസ്, ജീജ ഷിജു എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പാവുമ്പ വടക്ക് കാളിയമ്മ സേവാമഠത്തിൽ ഉത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി താലപ്പൊലി, ഘോഷയാത്ര, കോലം പേച്ച് എന്നിവ നടന്നു. പാവുമ്പ വടക്ക് കാളിയമ്മ സേവാമഠം തിരുമുടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടന്നു. വിവിധ വാദ്യമേളങ്ങൾ, തെയ്യം, മുത്തുകുട, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ കാളിയമ്മ സേവാമഠത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. മണപ്പള്ളി ജംഗ്ഷൻ കോട്ടക്കുഴി ദേവീക്ഷേത്രം വഴി തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. തുടർന്ന് എതിരേൽപ്പ്, ദീപാരാധന, കോലംപേച്ച്, ചന്ദ്രപ്പൊങ്കൽ എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. കുടിവെള്ള പ്രശ്നം. ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. താലൂക്കിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു പ്രതിഷേധം.
ഇഴഞ്ഞു നീങ്ങി റോഡ് നവീകരണം. കുണ്ട്രപ്പള്ളിമുക്ക് മുളവന റോഡിന്റെ നിർമ്മാണമാണ് വൈകുന്നത്. പൊടിശല്യത്തിൽ വലഞ്ഞ് ജനം. വീടിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് സ്വദേശി മണിയമ്മയുടെ വീടിനാണ് തീ പിടിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.